നമസ്കാരം. ഏപ്രിൽ 15-ാം തീയതി ബുധനാഴ്ചയാണ് ഈ വർഷത്തെ വിഷു. വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷത്തെ മേടൻ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. സൂര്യൻ മേടൻ രാശിയിലാണ്. വ്യാഴം വർഷാരംഭത്തിൽ മിഥുനൻ രാശിയിലും, ജൂൺ 2 മുതൽ ഒക്ടോബർ 30 വരെ വ്യാഴം കർക്കിടകൻ രാശിയിലും, ഒക്ടോബർ 31 മുതൽ ജനുവരി 25 വരെ വ്യാഴം ചിങ്ങൻ രാശിയിലുമാണ്. ഈ വർഷത്തിൽ വ്യാഴം 3 തവണ രാശി മാറുന്നുണ്ട്. ശനി വർഷം മുഴുവനും മീനൻ രാശിയിലാണ്. 2026 വിഷുഫലം മേടൻ രാശിക്കാർക്ക് കൂടുതൽ പോസിറ്റീവ് ഫലവും ഭാഗ്യവും കിട്ടുന്ന വർഷമായിരിക്കും. നിങ്ങളുടെ ഭാഗ്യാധിപൻ വ്യാഴമാണ്. വ്യാഴം ജൂൺ 2 മുതൽ വർഷം മുഴുവനും അനുകൂല ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിലുള്ള 7.5 ശനിയുടെ തടസ്സങ്ങളെ, പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിത വിജയം നേടാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. തൊഴിൽപരമായിട്ട് പുതിയ തൊഴിലവസരങ്ങൾ, അതുപോലെ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടാകും. നിലവിലെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, ഗവൺമെന്റ് ജോലി കിട്ടാൻ, ശമ്പളം കൂടി കിട്ടാനൊക്കെ അനുകൂലമായ സമയമാണ്. ബിസിനസ്സിൽ, കൂട്ടുബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടിത്തുടങ്ങും. അതുപോലെ പുതിയ സംരംഭം തുടങ്ങാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. രാഷ്ട്രീയത്തിൽ, കലാരംഗത്ത്, ക്രിയേറ്റീവ് മേഖലയിൽ, സോഷ്യൽ മീഡിയയിൽ, അതുപോലെ സ്പോർട്സ് മേഖലയിൽ ഉള്ളവർക്കൊക്കെ നല്ല അംഗീകാരങ്ങൾ കിട്ടും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. അതുപോലെ തന്നെ കൃഷി, പക്ഷിമൃഗ പരിപാലനത്തിൽ ഏർപ്പെട്ടവർക്കൊക്കെ നല്ല ലാഭം കിട്ടും. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ വാഹനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കണം. അതുപോലെ നിങ്ങളുടെ മുടങ്ങിയ കാര്യങ്ങൾ, മുടങ്ങിയ ജോലിയൊക്കെ ശരിയായി തുടങ്ങും. അവിവാഹിതർക്ക് വിവാഹ ഭാഗ്യം, അതുപോലെ സന്താന ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. കുടുംബത്തെ, ജീവിതത്തിലൊക്കെ വിജയിക്കാൻ സാധിക്കും. അതുപോലെ പുതിയ വീട് വെക്കാൻ, വീട് മാറി താമസിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതുപോലെ വാഹന ലാഭം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതി ഉണ്ടാകും. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും. ഉന്നത പഠനത്തിന്, റിസർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ സാമ്പത്തിക സ്ഥിതി നല്ലതാകും. കടബാധ്യതകളൊക്കെ കുറഞ്ഞു തുടങ്ങും. 2026 വിഷുഫലം മേടൻ രാശിക്കാർക്ക് സന്തോഷവും സർവൈശ്വര്യവും കിട്ടുന്ന വർഷമായിരിക്കും. ഇനി നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. എല്ലാ മേടൻ രാശിക്കാർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.